നന്നായി. നിങ്ങൾ ഈ വീഡിയോ കാണാൻ വന്നത് നന്നായി. ഹായ് ഗൈസ്, എന്റെ പേര്. എടാ അവിടെ അല്ല, ഇവിടെയാണ് ക്യാമറ, ഇങ്ങോട്ട് നോക്ക്. ഓ സോറി, എനിക്ക് ഗ്ലാസ് വെച്ചിട്ടേ ഒന്നും കാണാൻ പറ്റുന്നില്ല. ആ കൊള്ളാം, നന്നായിട്ടുണ്ട്. സ്ഥിരം ക്ലീഷേ ഡയലോഗ്. എന്നാ പിന്നെ അത് വെക്കണോ? ഇത് ഇത് പോയി, ഇത് കയ്യിന്ന് പോയി. ആരംഭത്തിലെ അപമാനം. മൂടുപോയി. ഹായ് ഗൈസ്, എന്റെ പേര് ഗോകുൽ. വെൽക്കം ടു ഗോകുൽസം, ദ വേൾഡ് ഓഫ് മറന്നുപോയി. ഓക്കെ, ഇതെന്റെ പുതിയ യൂട്യൂബ് ചാനലാണ്. ഇതെന്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. ഇപ്പൊ നിങ്ങൾ പലരും വിചാരിക്കുന്നുണ്ടാവും, ആരാ ഇവൻ, ഇതിനു മുൻപ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. യെസ്, ഞാൻ ഈ ഈ യുദ്ധഭൂമിയിലെ പുതിയ പഠനമാണ്. നിങ്ങൾ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ മെയിനായിട്ട് 2 കാര്യങ്ങൾ മനസ്സിലാക്കണം. 1, നിങ്ങൾ ഇതിനു മുൻപ് എന്നെ കണ്ടിട്ടില്ല. 2, ഇതിന് ശേഷം നിങ്ങൾക്ക് എന്നെ ആദ്യമായിട്ട് കാണാൻ പറ്റില്ല. ഓക്കെ, ഇതിപ്പോ എന്തിനാ ഞാൻ പറഞ്ഞത് പോലും എനിക്കറിയില്ല. അതെന്തെങ്കിലും ആവട്ടെ, ബാക്ക് ടു നോർമൽ. ഇതെന്റെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയതുകൊണ്ട് തന്നെ ഞാൻ ആരാണ്, ഞാൻ എങ്ങനെ ഇവിടെ എത്തി, അതെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പക്ഷേ അതങ്ങനെ ചാടിക്കേറി പറയാൻ പറ്റില്ല. അതിനു മുൻപ് എനിക്കൊരു കഥ പറയാനുണ്ട്. എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ആ കഥയിലുണ്ട്. ഓക്കെ, ഈ കഥയിലാകെ ഒരു സ്റ്റോറി പ്ലേറ്റ് മാത്രമേ ഉള്ളൂ. ഐ മീൻ കഥാപാത്രം. ഈ കഥയിലെ കേന്ദ്ര കഥാപാത്രം എന്ന് പറയുന്നത് വളരെ നല്ലവനായ, നല്ലൊരു അതുകൊണ്ട് നല്ലൊരു പേഴ്സണാലിറ്റി ഉള്ള ഒരാളാണ്. അത് വേറെ ആരുമല്ല, ഞാൻ തന്നെ. ഓക്കെ, എന്നെ കുറിച്ചാണ് ഈ കഥ, മൈ ഡാർക്ക് സ്റ്റോറി. അപ്പോ നമുക്ക് നേരെ കഥയിലോട്ട് വരാം. ഓക്കെ, ഇതെന്താ? ഫ്ലാഷ് ബാക്ക്. ഈ കഥ നടക്കുന്നത് അതെവിടെങ്കിലും ആവട്ടെ, വളരെ പെട്ടെന്നാണ് അത് സംഭവിച്ചത്. ഒരു സുപ്രഭാതത്തിൽ നിക്ക് ഒരു മിനിറ്റ്, സുപ്രഭാതാണോ നട്ടുച്ചയാണോ എന്ന് കൃത്യമായിട്ട് ഓർമ്മയില്ല. പക്ഷെ പുറത്ത് ഭയങ്കര ഇരുട്ടായിരുന്നു. അതെന്തെങ്കിലും ആവട്ടെ, കണ്ടിന്യൂ. വൺ ഡേ, ഒരു ദിവസം വളരെ സമാധാനത്തോടെ ഞാൻ റീൽസ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ആ റീൽസുകൾക്കിടയിലേക്ക് ക്ഷണിക്കപ്പെടാതെ ഒരു അതിഥി വന്നു. ഞങ്ങളുടെ കുടുംബം ശിഥിലമാക്കാൻ കെൽപ്പുള്ള ഒരു അതിഥി. സോറി, റൂട്ട് മാറിപ്പോയി. ആ വന്ന അതിഥിയുടെ പേരാണ് മോട്ടിവേഷൻ റീൽസ്. അതെ, ഞാൻ സ്ഥിരമായി കാണാറുള്ള റീൽസുകൾക്കിടയിലേക്ക് ഒരു ദിവസം എവിടെ നിന്നോ ആദ്യമായൊരു മോട്ടിവേഷൻ റീൽ കടന്നു വന്നു. അല്പം കൗതുകം കൂടുതലായതുകൊണ്ട് ഞാൻ ആ റീൽ ലൈക്ക് ചെയ്തു. ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് അങ്ങോട്ട് എന്റെ റീൽ സെക്ഷൻ മുഴുവൻ മോട്ടിവേഷൻ റീൽസ് കൈയടക്കി. മോട്ടിവേഷൻ. ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്, ഐ അവോയ്ഡ്. ബട്ട് അല്ലെങ്കിൽ അത് വേണ്ട. പിന്നീട് അങ്ങോട്ട് ഒരു ഫ്രീക്വൻസി ഇല്യൂഷൻ പോലെ എവിടെ നോക്കിയാലും മോട്ടിവേഷൻ, എങ്ങോട്ട് നോക്കിയാലും മോട്ടിവേഷൻ. അതെന്നെ വിടാതെ പിന്തുടർന്നു. ഒടുവിൽ എനിക്ക് കീഴടങ്ങേണ്ടി വന്നു. അങ്ങനെ അവസാനം മോട്ടിവേഷൻ എന്ന പ്രതിഭാസം തലയ്ക്ക് പിടിച്ച് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ഞാൻ നിർബന്ധിതനായി. പക്ഷേ സ്വയം ഒരു ഇൻട്രോവേർട്ടാണെന്ന് വിശ്വസിക്കുന്നത് കൊണ്ടും വേറൊന്നും ചെയ്യാൻ അറിയാത്തത് കൊണ്ടും ഞാനൊരു സേഫ് ഓപ്ഷൻ തിരഞ്ഞെടുത്തു, യൂട്യൂബ് ചാനൽ. യെസ്, ഞാൻ അങ്ങനെ ഈ ചാനൽ തുടങ്ങി. പക്ഷേ ഇത് തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കുന്നത്. ഇതൊരു സേഫ് ഓപ്ഷൻ ആയിരുന്നില്ല. യൂട്യൂബിൽ വീഡിയോസ് കാണാൻ എളുപ്പമാണ്, സെർച്ച് ചെയ്താൽ മതി, കിട്ടും. പക്ഷെ അതുപോലെയല്ല വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നത്. അവിടെ ഞാൻ ശരിക്കും തകർന്നുപോയി. അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റെന്നാണോ? യെസ്, ഞാൻ തോറ്റുപോയി. പക്ഷേ തോറ്റില്ലെങ്കിലും ജയിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. ജയിച്ചില്ലെങ്കിലും തോക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. കറക്റ്റ്. അതുകൊണ്ട് ഞാനിപ്പോ എന്റെ ഫസ്റ്റ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നു. ഇതാണ് എന്റെ കഥ. കഥ ഒട്ടും കൺവിൻസിങ് അല്ല അല്ലേ, ലോജിക്കില്ല അല്ലേ? എനിക്ക് തോന്നി. ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാ, പെട്ടെന്ന് തട്ടിക്കൂട്ടിയതാ. കുഴപ്പമില്ല, നമുക്ക് അടുത്തതിൽ പിടിക്കാം. ഓക്കെ, എന്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് ഞാൻ നിങ്ങൾക്കൊരു ലൈഫ് അഡ്വൈസ് തരാം. നിങ്ങൾ എന്നെ പോലെ മോട്ടിവേഷൻ വീഡിയോസ് കണ്ട് എന്തെങ്കിലും ചെയ്യാൻ പോവുകയാണെങ്കിൽ അത് വേണ്ട, അത് നിർത്തിക്കോ. കാരണം നിങ്ങൾ എന്നെ പോലെ ആയി പോവും, നിങ്ങളെ എവിടെ എത്തില്ല. ഓക്കെ, മോട്ടിവേഷൻ ഈസ് എ സ്കാം. മോട്ടിവേഷൻ കൊണ്ട് ഒരു പ്രയോജനമില്ല. അല്ലാതെ നിനക്ക് കഴിവില്ലാഞ്ഞിട്ടല്ലേ? മോട്ടിവേഷൻ വെറുതെ. നമുക്ക് ആവശ്യം ഡിസിപ്ലിനും ഇൻസ്പിറേഷനും ആണ് നമുക്ക് ആവശ്യം.
എനിക്കറിയാം നമുക്ക് റിയൽ വേൾഡിൽ ഇൻസ്പിറേഷൻ കിട്ടാൻ വേണ്ടി, റിയൽ ആയിട്ട് നമുക്ക് ഇൻസ്പിറേഷൻ കിട്ടാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്തുണ്ട്. ബൈ ദ വേ, ഞാൻ വിഷയത്തിൽ നിന്ന് തെന്നുമാറിയോ? എന്തായാലും ഒരു ചാനൽ തുടങ്ങി. അപ്പൊ പുതിയതായിട്ട് ഒരു ചാനൽ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം വീഡിയോ ഇടുമ്പോൾ ചെയ്യേണ്ട അല്ലെങ്കിൽ പറയേണ്ട ചില ആചാര മര്യാദകളുണ്ട്, ചില കീഴ്വഴക്കങ്ങൾ. ഒരുപാട് യൂട്യൂബേഴ്സ് അത് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയായിരിക്കും, അറിയില്ലെങ്കിൽ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോ. അതായത് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. വേറെന്തുണ്ടായിരുന്നുള്ളൂ, അതെന്താണത്, മറന്നുപോയി. എടാ ബെല്ലൈക്കൺ. ബെല്ലൈക്കൺ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. ഒരുപാട് യൂട്യൂബേഴ്സ് അവരുടെ വീഡിയോസിനകത്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ പ്രത്യേകം എടുത്ത് പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നിങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഞാനൊരു യൂട്യൂബർ ആണ്. ഓക്കെ, അത് വിട്, ഞാനും അതുപോലെ പറയാം. ഓക്കെ, എന്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ നിങ്ങൾ ഇനേബിൾ ചെയ്യണം. എന്നാലേ ഞാനിടുന്ന ഓരോ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ഓക്കെ, നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് കോൺഫിഡൻസോടെ വേണം ചെയ്യാൻ. നമ്മൾ എന്താണ് ചെയ്യുന്നത് നമുക്ക് ബോധ്യമുണ്ടെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാവണം. പക്ഷെ കോൺഫിഡൻസിന്റെ കാര്യത്തിൽ ഞാൻ തോറ്റുപോയി. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും, ഒട്ടും കോൺഫിഡൻസ് ഇല്ലാതെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതെന്റെ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാനേ പോകുന്നുണ്ടാവില്ല. എനിവേ, ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന ഫോൺ നമ്പറിൽ, താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, നിങ്ങൾ ഇപ്പോഴും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സീരിയസ്ലി ട്രസ്റ്റ് മീ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഈ ലോകത്തൊന്നുമില്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ ക്ഷമയുള്ള, സഹനശേഷിയുള്ള ആൾക്കാർ അത് നിങ്ങളാണ്. സ്കിപ്പ് ചെയ്ത് കണ്ടവർ പോയി മുഴുവൻ വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോഴേ നിങ്ങളും ആ ലെവലിലേക്ക് എത്തുള്ളൂ. ഓക്കെ, ഇതിവിടെ അവസാനിക്കുന്നില്ല. എനിക്ക് വേറെ ചില കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ അതിപ്പോ പറയാൻ കഴിയില്ല. സോ അതെന്താണെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, സോ ഞാൻ ഈ വീഡിയോ നിർത്തുന്നു. ഈ വീഡിയോ കാണാമെന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതാണ് ആദ്യത്തെ അധ്യായം. കഥ ഇനിയാണ് ആരംഭിക്കുന്നത്.